മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പറവൂർ കോട്ടക്കാവ് ദേവാലയത്തെ സംബന്ധിച്ച് വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണിത്. മാർത്തോമാ ശ്ലീഹായുടെ 1953 ദുഹ്റാന തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിവസം വിശുദ്ധന്റെ സ്തുതിക്കും ബഹുമാനത്തിനുമായി ഒരുക്കിയിരിക്കുന്ന ഒരു മനോഹരമായ ഗാനം ഇന്ന് പ്രസിദ്ധം ചെയ്യുകയാണ്. ഭാരത സഹത എന്ന പേരിൽ ഈ ഗാനം രചിക്കുന്നത് പറവൂർ വിൻസെൻ്റ് ആണ്. ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ഡേവിസ് നെടുന്തുള്ളി ഗായകനാണ്. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിറവേറ്റിയത് സെബി നായരമ്പലമാണ്. ഈ കോട്ടക്കാവ് പള്ളിയിലെ ഗായക സംഘമാണ് ഇതിൻ്റെ ആലാപനം നിർവഹിച്ചത്. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ എല്ലാവിധ അനുമോദനങ്ങളും അറിയിക്കുന്നു. പ്രത്യേകിച്ച് കോട്ടക്കാവ് പള്ളിയുടെ വികാരി എന്നുള്ള നിലയിൽ എൻ്റെ സന്തോഷവും നന്ദിയും എല്ലാവരെയും അറിയിക്കുന്നു. മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശവും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അനാവരണം ചെയ്യുന്ന അനുഗ്രഹീതമായ ഗാനത്തിന് എല്ലാവിധ വിജയവും നേരുന്നു. ഇതിൻ്റെ ആലാപനം വഴി, ഇതിൻ്റെ ശ്രവണം വഴി എല്ലാവർക്കും ആത്മീയ ഉത്കർഷവും ഉണർവും ആത്മീയ കൃപകളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഭാരത സഹത സഭയുടെ താത വിശുദ്ധ തോമാസ് ശ്ലീഹാ. ഭാരത സഹത സഭയുടെ താത വിശുദ്ധ തോമാസ് ശ്ലീഹാ. അലറും മാഴികൾ താണ്ടിയണഞ്ഞ് മലയാളക്കരയിൽ, അലറും മാഴികൾ താണ്ടിയണഞ്ഞ് മലയാളക്കരയിൽ.
തോമാസ് ലീഹ. വീരരക്തസാക്ഷി വിശുദ്ധ തോമാസ് ലീഹ. ഭാരത സകല സഭയുടെ താത വിശുദ്ധ തോമാസ് ലീഹ. അലറും മാളികൾ താണ്ടിയണഞ്ഞ് മലയാളക്കരയിൽ. അലറും മാളികൾ താണ്ടിയണഞ്ഞ് മലയാളക്കരയിൽ. വിശുദ്ധ തോമാസ് ലീഹ ഭാരത സഭയുടെ താത വിശുദ്ധ തോമാസ് ലീഹ ഭാരത സഭയുടെ താത പ്രാർത്ഥിക്കണമേ നിൻ തനയർത്താൻ നിൻ പ്രിയ ഗുരുവിനോടെന്നും. പ്രാർത്ഥിക്കണമേ നിൻ തനയർത്താൻ നിൻ പ്രിയ ഗുരുവിനോടെന്നും. ഇപ്പോൾ നിങ്ങൾ ശ്രവിച്ച ഈ ഗാനം ഭാരത സകത എന്ന ഈ ഗാനം സെന്റ് തോമസ് കൊട്ടയ്ക്ക ഫൊറോന പള്ളിയിൽ നിന്നും തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ പുറത്തിറക്കിയിരിക്കുന്നതാണ്. ഈ ഗാനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കൊട്ടയ്ക്കാവ് ഫൊറോന പള്ളിയിലെ ഗായക സംഘമാണ്. ഈ ഗാനം പുറത്തിറക്കുന്നതിൽ അക്ഷീണം പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട വികാരി ജോസ് പുതിയടത്ത് അച്ഛനാണ്. അച്ഛന് എല്ലാവിധ നന്ദിയും ആശംസകളും അറിയിക്കുന്നു. ഒപ്പം ഗായക സംഘത്തിനും എല്ലാവിധ ആശംസകളും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തോമാസ് ലീഹ വഴി യേശു നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ധന്യ നിമിഷത്തിൽ ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി.